തെറ്റും ശരിയൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ മനസ്സിൽ ഒരു ശരിയേ ഉള്ളൂ, വിനായകൻ. ആ മോൻ ഇവിടെ വന്നിരിക്കായിരുന്നോ? കിഴക്കേമഠം പറഞ്ഞ വഴിപാടുകളൊക്കെ തീർത്തു കേട്ടോ. വേണ്ട. എന്താ മോനെ ഇത്? നിനക്ക് എന്താ പറ്റിയേ? ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇന്നലെ മുതൽ ശ്രദ്ധിക്ക, ഒരുമാതിരി ഇടം തിരിവ്. ഓ, എന്തൊരു സാധന ഇത്! നല്ലതും പറയാൻ പാടില്ല, ചീത്തയും പറയാൻ പാടില്ല. ഇത് കുറെ കഷ്ടമുണ്ട്. ആ, നീ ഇതെപ്പോന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. അവൻ എന്താടാ പറ്റിയേ? എന്ത് ചോദിച്ചിട്ടും മിണ്ടുന്നുമില്ല, പറയുന്നുമില്ല. എന്താ അവന്റെ പ്രശ്നം? എനിക്കറിയില്ലമ്മേ. ആ, നീ ഇരിക്കെ, ഞാൻ കഴിക്കട്ടെ. വിനായകൻ അവൻ വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ. കുറെ നേരം ഞാൻ വിളിക്കുന്നു. പുറകെ നടന്ന് തീറ്റിക്കാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. വിശക്കുമ്പോ താനെ വന്നോളൂ. നീ ചെന്ന് കൈയഴിയിട്ട് ഇരിക്കടാ. നോക്കെ, ഇന്ദൂരെ നിശ്ചയത്തിനിടാനുള്ള സ്വർണ്ണ. അവക്ക് സെറ്റ് സാരിയാ നല്ലത്, നന്നായിട്ട് ചേരും. ഇന്ന് ഞാൻ തന്നെ പോയി എടുത്തതാ. അവൾക്ക് ഇഷ്ടാവും. ബാക്കിയെല്ലാം കല്യാണത്തിനാവാം, അല്ലടാ? നീ എന്താടാ കഴിക്കുന്നില്ലേ? വിശപ്പില്ലമ്മേ. ഇവനൊക്കെ ഇതെന്ത് പറ്റി? ഒരുത്തനും വിശപ്പില്ല. പിന്നെ ഇതെന്തിനാ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നേ? ആർക്കും വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. വിനായക, എന്താടാ പറ്റിയ നിനക്ക്? കണ്ടേച്ചി പട്ടിക്ക് വിളമ്പി വെച്ചൊന്നും നിങ്ങൾ കഴിക്കണം. നിനക്കത് ഭ്രാന്ത് പിടിച്ചോ? അവൻ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആരുടെ കാര്യം നീ പറയുന്നേ? വിട്. എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെയും കൂട്ടു വേണ്ട. ഒരു പട്ടിയും വേണ്ടെന്നോ? എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്ക് അവൻ ഇവിടെ വേണ്ട. എന്റെ കണ്ണിന്റെ മുമ്പിൽ അവനെ കണ്ടുപോകരുത്. എന്റെ കൗസുകുട്ടി, നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചടി. ഞാൻ വഴി വെച്ച ആനക്കാര് ശശിയെ കണ്ടു. അവന്മാർ തമ്മിൽ തെറ്റി. ഇന്ദുവിന് ശക്തിയെ ഇഷ്ടമാണെന്ന് ഞാൻ വിനായകനോട് പറഞ്ഞത് ഏറ്റടി. നീ പറഞ്ഞ പോലെ തന്നെ അവന്മാർ അടി തുടങ്ങി. ബുദ്ധി രാക്ഷസി. അടങ്ങിയിരിക്കും. കഴിവത് നടത്താ പെണ്ണിന്റെ കല്യാണം നടത്തും. നമ്മുടെ കുട്ടിയും പോലും തല്ലിപ്പിരിഞ്ഞെന്നാ കേട്ടതാണോ? എന്താ കാര്യം? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരുത്തും കിടക്കണം. ശക്തി, ശക്തിയെ, ഇതെന്താ ഇവിടെ കിടക്കണേ? വിനായകനോടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇല്ലേ? ഇല്ല. ഞങ്ങൾ മാറിക്കോട്ടെ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ അവൻ പറയാത്ത. എനിക്കറിയാൻ പാടില്ല. ശക്തി ഉണ്ടോ? വിനായകനെങ്ക ഇപ്പൊ വരും.
താനെന്താ ഇവിടെ ഇരിക്കുന്നത്? വെറുതെ നീ വന്ന് നന്നായി. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഞാൻ എത്ര തവണ വിളിച്ചു ഇന്നലെ രാത്രി. എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഫോൺ ഔട്ട് ഓഫ് ഓർഡറാ. ഫോൺ മാത്രമല്ല, ഇവിടെ ഉള്ള അവന്മാരും. എന്താ മോളെ അവര് തമ്മിലുള്ള പ്രശ്നം? നിനക്ക് വല്ലതും അറിയാവോ? സുബമ്മേ, അത് പറയാനാ ഞാൻ വന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പാറപ്പുറം എഴുതി കൊടുത്ത കല്യാണം നടക്കുമോ? നടക്കും. ഡോക്യുമെന്റ് പറഞ്ഞതുപോലെ ഈ മാസം അവസാനം കല്യാണം. നീ എന്താ സുജയ് പറയുന്നേ? നിന്നോട് ആരെങ്ങനെയൊക്കെ പോയി പറയാൻ പറഞ്ഞേ? ദൈവം എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ വിശ്വസിച്ച വിനായകൻ ആധാരം ചെയ്തു തന്നെ. ഇനി പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. അവന്മാർ തമ്മിൽ തെറ്റി. ഒരു പെണ്ണിന് വേണ്ടി കൂടപ്പറപ്പിനെ പോലെ ഒരുത്തിനെ അടിച്ചിറക്കിയ ദുഷ്ടൻ. എടാ, അവളുടെ ഇഷ്ടം എന്താണെന്ന് മര്യാദക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയോ? എന്നിട്ട് അതിനു വേണ്ടി കാട്ടിക്കൂട്ടിയതൊക്കെ തെമ്മാടിത്തരങ്ങളും. അതിന് അവനെന്ത് പഴിച്ചു? എടാ, ശക്തി നിന്നെ ചതിച്ചിട്ടില്ല. ഇന്ദു വന്നിരുന്നു. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. നീ വിചാരിക്കുന്ന പോലെ അവര് തമ്മിലൊന്നുമില്ല. ഒക്കെ ഉണ്ടാക്കിയെടുത്തത് നിന്റെ വൃത്തികെട്ട മനസ്സാ. കള്ളത്തോക്കും വാങ്ങി തലയ്ക്ക് വെച്ചുറങ്ങുന്ന നീ എന്തെങ്കിലും കടുങ്കായി കാണിച്ചാലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം അവനൊന്നും നിന്നോട് പറയാതിരുന്നത്. ഇത്രയും കാലം കൂടെ നടന്നിട്ടും അവന്റെ മനസ്സറിയാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോടാ. ഇത്തവണത്തെ ഉത്സവം ഞങ്ങൾ നടത്തും. കഴിഞ്ഞ തവണ വിനായകൻ നടത്തിയതിനേക്കാൾ ഗംഭീരമായി. പിന്നല്ലാതെ ഞാൻ പറഞ്ഞത് അല്പം ശക്തിയോടെ. ശക്തിയോ? എന്റെ മടിയില്. ഒരിക്കലും ഈ നാട്ടുകാരുടെ മുമ്പ് വെച്ച് താൻ എന്നെ നന്നായിട്ടൊന്നാക്കി. അതെനിക്കിട്ട് നല്ലപോലെ കൊണ്ടു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തമ്മിൽ തെറ്റിയത്. ഇനി ശക്തി നാട് വിട്ടതിന് പിന്നിൽ തൻ്റെ നിറികെട്ട കളി വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഈ അമ്പലനട വെച്ച് ഞാൻ പറയുക, തൻ്റെ അടിനാഭി ഞാൻ കുത്തിക്കീറും. ആയിക്കോട്ടെ, ഞാൻ കുത്തിയിരുന്നു തരാം. പറയുന്നത് ഏഴിമല വിനായകൻ. വണ്ടി എറാ. പറഞ്ഞ പോലെ എങ്ങാനും ചെയ്യോളിയാ. താൻ വിഷമിക്കണ്ടോ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാ. അവർക്ക് അവരുടേതായ ഒരു ഇഷ്ടമൊക്കെ കാണും. നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നങ്ങ് വിചാരിച്ചാ മതി. അത്രേ ഉള്ളൂ. എന്തായാലും താൻ അമ്പലക്കവലെ വെച്ച് വിനായകനോട് പറഞ്ഞ ഇത്തിരി കൂടിപ്പോയി.
ഒന്നുമില്ലേലും സ്വന്തം ചോരയല്ലിടും. ചോര എന്റെ ചോര കുടിക്കാൻ നടക്കുന്നവൻ അവൻ. താൻ തന്നെ പണി നോക്കണു. ചെല്ലേ പോ ചന്ദ്ര വാ. ശരി എന്നാ. പോകോ. ഞാൻ ഓക്കേ. വരണ്ടല്ലോ. പേടിയാണെങ്കിൽ ഞങ്ങളെ കൂടെ പോരെ. അയാൾ കൂട്ടുവരാതെ. രണ്ടെണ്ണം അടിച്ചത് നമുക്ക് ആരുടെയും കൂട്ടു വേണ്ട. അല്ലെങ്കിൽ 10 പേരെങ്കിലും വേണം. എടാ ചന്ദ്ര, എന്റെ മകളുടെ ശ്രീഹരിയുടെ വിവാഹം ഈ കുമാരപുരം ഞെട്ടുന്ന രീതിയിൽ ഞാൻ നടത്തും. പോരം മാധവനളിയ, ഈ പാലക്കാട് ജില്ല തന്നെ ഞെട്ടണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒന്ന് നിന്നളിയ, ആ, അവനാ വിനായകനാ. ആ, വിനായകനോ? അങ്ങോട്ട് പോകണ്ടളിയ, അവൻ ആള് പെശകാരനാണ്. കയ്യിൽ നിന്ന് കിട്ടിയ ഇങ്ങോട്ട് പോലെ. പോളിയ. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പോലടാ. ഈശ്വര, ഒന്നും കാണാനും പറ്റുന്നില്ല. ഓടി വരണേ. ഓടി വരണേ. എന്റെ അളിയന് വിനായക കുത്തി. അളിയ, അളിയ, മാധവനളിയ, മാധവനളിയ.